എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഓലച്ചുവടിയിലേക്ക് വീണ്ടും സ്വാഗതം. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു വർണ്ണത്തിൻ്റെയോ ഭാഗമല്ല. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉതകുന്ന വിധമുള്ള ഒരു വലിയ ശാസ്ത്രം തന്നെയാണ്. ജ്യോതിഷത്തിൽ പരിഹാരങ്ങളില്ല. പരിഹാരം ചെയ്യാനായി നിങ്ങൾ അധികം പൈസ എല്ലാം ചെലവ് ചെയ്യരുത്. ആരെങ്കിലും ചോദിച്ചാലും കൊടുക്കരുത്. ജ്യോതിഷം നോക്കുന്നവരെ ദൈവമായി കാണുകയും അവരുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്യാൻ പാടില്ല. നിങ്ങൾ വായിക്കാത്ത പുസ്തകങ്ങൾ അവർ വായിച്ചു പഠിച്ചു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഒരു മനുഷ്യൻ ജ്യോതിഷത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗ്രഹങ്ങളുടെ സ്വാധീനം അവരുടെ മേൽ ചെലുത്തുന്നുണ്ട് എന്നത് സൂര്യപ്രകാശം പോലെ സത്യം തന്നെയാണ്. ഇതുവരെ അർത്ഥാഷ്ടമ ശനിയായി നിന്നിരുന്ന ശനി ഇപ്പോൾ നിങ്ങളുടെ 5-ാം ഇടത്തിലോട്ട് കുടിയേറുകയാണ്. 3-നും 4-നും അധിപതിയായ ശനി 5-ലോട്ട് വരുമ്പോൾ എന്താണ്? 5-ലിരിക്കുന്ന ശനി 2, 7, 11 ആകിയ ഇടങ്ങളെ നോക്കുന്നുണ്ട്. ശനി ഇരിക്കുന്ന ഇടത്തേക്കാൾ നോക്കുന്ന ഇടത്തിനാണ് പ്രാധാന്യം കൊടുത്ത് അവലോകനം ചെയ്യേണ്ടത്. ദൈവാധീനവും ദൈവവിശ്വാസവും കൂടുതലുള്ള വൃശ്ചിക രാശിക്കാർക്ക് അല്പസ്വല്പം മന്ത്രതന്ത്രങ്ങളിലും താല്പര്യമുള്ളതാണ്. ചൊവ്വാഗ്രഹത്തിൻ്റെ ആധിക്യത്താൽ ജനിച്ച വൃശ്ചിക രാശിക്കാർ നേതൃത്വം വഹിക്കാൻ അർഹതപ്പെട്ടവരാണ്. എല്ലാവരുടെയും മനസ്സ് തുറന്ന് ഇവർ കാണുമെങ്കിലും ഇവരുടെ മനസ്സ് ആരുടെ മുമ്പിലും ഇവർ തുറക്കാറില്ല. ഒരു കുടുംബത്തിൻ്റെയോ അല്ലത് സമൂഹത്തിൻ്റെയോ അല്ലത് ഒരു രാജ്യത്തിൻ്റെ തന്നെ മഹാരാജാവാകാൻ കഴിവുള്ളവരാണ് വൃശ്ചിക രാശിക്കാർ. വൃശ്ചിക രാശിക്കാർ ചില നേരങ്ങളിൽ പല്ലിന് പല്ലും നഖത്തിന് നഖവും എന്നുള്ള മട്ടിൽ നടക്കാറുണ്ട്. ചൊവ്വയുടെ ആധിക്യത്തിലുള്ള രാശി ആയതിനാൽ ഈ രാശിയിലുള്ള സ്ത്രീകൾ പോലും ചില സമയം ആണുങ്ങളെപ്പോലെ നടക്കാറുണ്ട്. വൃശ്ചിക രാശിക്കാരും പെട്ടെന്ന് തന്നെ വികാരാധീനരാകുന്ന ഒരു രാശി തന്നെയാണ്. വൃശ്ചിക രാശിക്കാർ പൊതുവേ കുശാഗ്ര ബുദ്ധിയുള്ളവരാണ്. അതിനാൽ ഇവർ ആരെയെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവരങ്ങനെ പെട്ടെന്ന് ആരെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ല. വഴക്കുകളിൽ വൃശ്ചിക രാശിക്കാർ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും മുമ്പേ ഇറങ്ങി നിന്ന് വഴക്കിടുന്നവരാണ്. അത്രയ്ക്ക് ധൈര്യമെന്നർത്ഥം. വിശാഖം 4-ാമത് പാദവും അനിഴം 4 പാദങ്ങളും തൃക്കേട്ട 4 പാദങ്ങളും അടങ്ങിയതാണ് വൃശ്ചിക രാശി. വിശാഖം ഗുരുദശയിലും അനിഴം ശനിദശയിലും തൃക്കേട്ട ബുധൻ ദശയിലുമാണ് ആരംഭിക്കുന്നത്. വൃശ്ചിക രാശിക്കാർക്ക് ജന്മനാ തന്നെ സംഗീതത്തിനോടുള്ള താല്പര്യവും അതിനുള്ള കഴിവുകളും ഉള്ളതാണ്. ഇത് ശരിയായ രീതിയിൽ അഭ്യസിച്ച് വലുതാക്കിയാൽ സംഗീത ലോകത്ത് വലിയ വലിയ ആൾക്കാരായി വിലസാൻ സാധിക്കും. ഇതിനോടകം നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ട് മനസ്സ് വിഷമിച്ചിട്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഞാൻ വീഡിയോ ഇടാൻ താമസിച്ചതിൽ ഖേദമുണ്ട്. ഇതുവരെ അർത്ഥാഷ്ടമ ശനിയായിരുന്ന ശനി നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഷമങ്ങൾ ഒന്നും തന്നെ അറിയാതെ ഈ കാലഘട്ടം താണ്ടി വന്നവരും ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് വലിയ പുരോഗതി കൈവരിച്ചവരും ഇതിലുണ്ട്. സുഖങ്ങൾ നഷ്ടപ്പെടുത്തിയവരും ഇതിലുണ്ട്. കഴിഞ്ഞ വർഷം വീട് വെച്ചവരും വിവാഹം കഴിച്ചവരും പ്രേമത്തിൻ്റെ പരമോന്നതയിൽ എത്തിയവരുമൊക്കെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ആഭരണങ്ങൾ, ഒരുപാട് വസ്ത്രങ്ങളൊക്കെ വാങ്ങി മനസ്സിനെ സന്തോഷിപ്പിച്ചവരും ഒരുപാട് പേരുണ്ട്. വലിയ വലിയ ചെലവുകൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ചെയ്തു തീർത്തവരും ഇതിൽ ഒരുപാട് പേരുണ്ട്. മക്കളുടെ പഠിപ്പ്, വിവാഹം ആകിയവയ്ക്കാകാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതും കടവും വാങ്ങി ചെലവ് ചെയ്തിട്ട് ശൂന്യമായ കൈയോട് നിൽക്കുന്നവർ ഒരുപാട് വൃശ്ചിക രാശിക്കാരുണ്ട്. അമ്മയ്ക്ക് ചില പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് രോഗങ്ങൾ, അമ്മയെക്കൊണ്ട് മനസ്സ് വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ച വൃശ്ചിക രാശിക്കാരുമുണ്ട്. കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ശനി നിങ്ങൾക്ക് 5-ൽ വന്നിരിക്കുകയാണ്. 2025 മാർച്ച് 29-ാം തീയതി മുതൽ ശനി നിങ്ങൾക്ക് 5-ാം ഇടത്തിൽ വന്ന് ഇരിക്കാൻ പോവുകയാണ്. ഇതിൽ ഒരുപാട് നന്മകളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനോഹരമായി തന്നെ അതിനെ സന്ധിക്കാൻ പോവുകയാണ്. സ്വന്തമായി തൊഴിലോ അല്ലെങ്കിൽ വ്യാപാരമോ ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വന്തമായി കട വെച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു കാലഘട്ടം തന്നെയാണ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ കട, വലിയ വലിയ കമ്പനികൾ, എന്തു പറയുന്നു, വഴിയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന ചെറിയ തള്ളുവണ്ടി പോലും ഇപ്പോഴേ നിങ്ങൾ മോടി പിടിപ്പിച്ചിരിക്കും. പെയിൻ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും. ഇതുവരെ ചെയ്യാത്തവർക്ക് അതിപ്പോൾ തോന്നും. അതുമാത്രമല്ല, ഈ 2.5 വർഷക്കാലം ശനി 5-ലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം തീർച്ചയായിട്ടും വരും. ലാഭം വർദ്ധിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺകുളിരെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ലാഭം വർദ്ധിക്കുന്നതും ആവശ്യത്തിനുള്ള പണം നിങ്ങളുടെ കയ്യിൽ വരുന്നത്. ചെറുകിട വൻകിട തൊഴിലുകൾ കുതിച്ചുയരുന്ന സമയമാണിത്. നിങ്ങളുടെ മനസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള മാതിരി പണം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക്
ഇതുവരെ ഇരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും ഉണ്ടാകും. അതിൽ ചില മനസ്സിനെ കുതൂഹലമാക്കുന്ന ചില സംഭവങ്ങളെല്ലാം നടക്കും. എങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് എതിർലിംഗക്കാരോട് സഹകരിക്കുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കണം. വൈദ്യന്മാർ രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യം ചിന്തിച്ച് മരുന്നുകൾ എഴുതി കൊടുക്കേണ്ട സമയമാണ് ഇത്. ഓപ്പറേഷൻ തിയേറ്റർ പോലുള്ള സസൂക്ഷ്മം വേല ചെയ്യേണ്ട ഇടത്തിൽ നിൽക്കുന്ന വൈദ്യന്മാർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ഉൾപ്പെടെ ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവമായി കണക്കാക്കുന്നവരാണ് വൈദ്യന്മാർ. ഇത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ പുകഴ് കുറയാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ നിർദ്ദേശം, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കൈവശമുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും വിറ്റിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അതിനുള്ള നേരം ഇതല്ല. സ്വത്തുക്കൾ വിൽക്കുന്നത് അത്ര ശരിയല്ല എന്നർത്ഥം. വൃശ്ചിക രാശിക്കാർക്ക് എപ്പോഴും കുടുംബത്തിലുള്ളവർ ഒത്താശയായിട്ട് തന്നെ നിൽക്കും. നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ഒഴിവെടുക്കാതെ അധ്വാനിക്കുന്ന നേരമാണ് ഇത്. 5-ൽ ശനിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആർക്കും വാക്ക് കൊടുക്കാൻ പാടില്ല. കാരണം ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച കടം തിരിച്ചു തരാം, ഈ സമയത്ത് ഞാൻ വരാം, അങ്ങനെയുള്ള ഒരു വാക്കും നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഫലിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പ്രത്യേകിച്ച് വൃശ്ചിക രാശിക്കാർ ആരോടും കടം വാങ്ങിക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. കടം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഞാൻ ഈ സമയത്ത് തന്നെ തിരിച്ചു തരും എന്നൊക്കെ നിങ്ങൾ വാഗ്ദാനം കൊടുക്കാതെ കടം വാങ്ങുക. വാങ്ങേണ്ടി വന്നാൽ പഠിപ്പിനായി വൃശ്ചിക രാശിക്കാർ വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോയാലും നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്നാലും നിങ്ങൾ തന്നെ വേണം പഠിക്കാൻ. വിശ്വാസമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ പോകരുത്. കുറച്ചുകൂടി പറഞ്ഞാൽ പച്ചവെള്ളം പോലും വാങ്ങി കുടിക്കാൻ പാടില്ല. ജലാശയങ്ങളിൽ ജോലി ചെയ്യുന്നവരും ജലാശയങ്ങളിൽ വിശ്രമവേളകൾ ആനന്ദമാക്കാനായിട്ട് ചാടുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. വെള്ളം, ശീതളപാനീയങ്ങൾ എന്നിവ ഉൽപ്പത്തി ചെയ്യുന്നവരും വിൽക്കുന്നവരും അതിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ചെക്ക് ചെയ്ത് അതിനുശേഷം മാർക്കറ്റിൽ ഇറക്കുകയും വിൽക്കുകയും ചെയ്യണം. ഈ കാലഘട്ടത്തിൽ നിധി കിട്ടും, മൊത്തമായിട്ട് ഭാഗ്യം വരും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് സമയം ചെലവഴിക്കരുത്. വൃശ്ചിക രാശിക്കാർ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങൾ നടക്കും. ഭൂമിയിൽ ഒന്നും തന്നെ നിരന്തരമല്ല എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണനെയും ആ വാക്കിനെയും നിങ്ങൾ ഓർമ്മിച്ചു വെക്കുക. ജീവിതത്തിൻ്റെ ഒരു അവസരത്തിലും ഈ ശനി 5-ൽ നിന്ന് മാറുന്നത് വരെ ഒരിക്കലും അതിബുദ്ധി കാണിക്കരുത്. വളരെയധികം നല്ല രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. ചിലരൊക്കെ സ്വന്തമായി വീട് വയ്ക്കാൻ ആരംഭിക്കും. വീട് വെക്കാൻ ഇടമില്ലാത്തവർ ഭൂമി വാങ്ങിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. 5-ൽ ശനി വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം വാസന ഉണ്ടാകും. ചിലപ്പോൾ അത് നിങ്ങൾ ദുർദാന്തമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു സ്മെല്ലെന്നോ ചിലപ്പോൾ നിങ്ങൾ പറയാം. അമ്മയോടുള്ള സ്നേഹം അതുപോലെ തന്നെ നിലനിൽക്കട്ടെ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അധിക ചെലവ് ചെയ്യുന്ന സമയമാണിത്. വൃശ്ചിക രാശി വീട്ടമ്മമാർക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ സമയം. എങ്കിലും നിങ്ങൾ ഒരേ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഭർത്താവിനെ അനുസരിച്ച് പോകണം എന്നുള്ള ഒരേ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ഏത് തീരുമാനം എടുക്കണമെങ്കിലും 1-2 പ്രാവശ്യം ചിന്തിച്ച് എടുക്കുക. മക്കളിൽ നിന്നും ഭർത്താവിൽ നിന്നും നിങ്ങൾക്ക് എപ്പോഴും സ്നേഹം തന്നെയാണ് കിട്ടുന്നത്. എന്നാൽ ഈ കാലയളവിൽ പെട്ടെന്ന് ഭർത്താവോ മക്കളോ നിങ്ങളെ നഖശികാന്തം എതിർക്കുകയും നിങ്ങളുടെ നിലപാടിന് എതിരായിട്ട് നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഒത്തിരി ഒന്നും ഫീൽ ചെയ്യേണ്ട, അത് താൽക്കാലികം മാത്രമാണ്. 15 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള കുമാരന്മാരെ നിങ്ങൾക്ക് ഒരു നല്ല കാലം തന്നെയാണ് ഈ കാലം. എന്നാലും ഇത് പ്രേമിക്കാനുള്ള നേരമല്ല. ശനി 5-ൽ വരുന്ന അപ്പോഴേ തന്നെ അതിന് എതിരായിട്ടുള്ള സമയം തുടങ്ങും. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന പ്രേമങ്ങൾ അത് ശിഥിലമായി പോകും എന്ന് വൃശ്ചിക രാശിക്കാരോട് വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു. അത് ആബാലവൃത്തം ജനങ്ങൾക്കും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ജീവിതത്തിൽ സന്തോഷങ്ങളും ഒക്കെ നിങ്ങളെ തേടി വരുന്ന കാലം തന്നെയാണ്. നിങ്ങളത് ഓർമ്മയിൽ വെക്കുക. ഫൈനാൻസ് ബിസിനസ് ചെയ്യുന്നവർ, പണം കൊടുത്ത് പലിശ വാങ്ങുന്നവർ, സ്വർണം വാങ്ങിയിട്ട് പണം കൊടുക്കുന്നവർ, അങ്ങനെ പണം സംബന്ധപ്പെട്ട എല്ലാ ബിസിനസ് ചെയ്യുന്നവരും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. പണം ഒരുപാട് പേര് വരും, എന്നാലും ആർക്ക് കൊടുക്കുന്നു, എപ്പോൾ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു എന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. രാഷ്ട്രീയക്കാർക്കും നല്ല നേരം തന്നെ. എന്നാലും നിങ്ങളുടെ ഈ വരുന്ന 2 വർഷക്കാലം നിങ്ങളുടെ വീരം കുറച്ച് മുൻപിൻ ചിന്തിച്ച് മുന്നേറണമെന്ന് ഒരു അഭ്യർത്ഥന. മൊത്തത്തിൽ രാഷ്ട്രീയക്കാർക്ക് നല്ല നേരം തന്നെയാണ്. ഊഹക്കച്ചവടം
100 രൂപ കൊടുത്ത് 1000 രൂപ വാങ്ങുന്നതും 1000 രൂപ കൊടുത്ത് 1,00,000 രൂപ വാങ്ങുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരും. അതേ ഒന്നും വിശ്വസിക്കരുത്. അങ്ങനെയുള്ള പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനേ പാടില്ല. മൊത്തത്തിൽ ഞാൻ ചുരുക്കമായിട്ട് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് മഞ്ഞും മേഘക്കൂട്ടങ്ങളും നിറഞ്ഞ ഒരു മലമുകളിലേക്ക് യാത്ര പുറപ്പെടാനായി നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങൾ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ പോവുകയാണ്. പളുങ്ക് കിണ്ണത്തിൽ ജലം നിറച്ച പോലുള്ള തടാകങ്ങളും കണ്ണൻ തട്ടിമറിച്ച ഉറിയിൽ നിന്നും താഴോട്ട് വീഴുന്ന വെണ്ണ പോലുള്ള വെള്ളച്ചാട്ടങ്ങളും ഞങ്ങളാണ് ലോക സുന്ദരികളായ അപ്സരസ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് തല ഉയർത്തി നിൽക്കുന്ന മലകളും മലനിരകളുടെ അടക്കിപ്പിടിച്ച വികാരത്തിൽ നിന്നും താങ്ങി നിർത്തുന്ന പനിനീർ പുഷ്പങ്ങളെയും മഞ്ഞിൻ്റെ തലോടലിൽ ഭൂമിയെ പട്ടുടുപ്പിച്ച് കിടത്തുന്ന പച്ചപ്പുൽമേടുകളും വർണ്ണശബളങ്ങളായ വഴിയോരങ്ങളും ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനായി നിങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. പക്ഷേ ഈ വഴിയിൽ വളവും തിരിവുകളും കയറ്റവും ഇറക്കവും കുഴികളും കല്ലുകളും അങ്ങനെ നിറഞ്ഞ വഴികളിലൂടെയാണ് നിങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം ഇത്രയും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾ കാണും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഈ ശനിമാറ്റത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: നിങ്ങളുടെ പ്രേമവും നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും നിങ്ങൾ തന്നെ ഭദ്രമായി സൂക്ഷിക്കുക. വാക്കുകൾ കൊടുക്കുന്നതും വാക്കുകൾ മാരകമായി എയ്തുവിടുന്നതും അരുത്. നിങ്ങളുടെ ആരോഗ്യത്തിൽ വരാൻ സാധ്യതയുള്ള ചെറിയ കുഴപ്പങ്ങൾ പോലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഹോസ്പിറ്റലിൽ പോയി കൺസൾട്ട് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക. കുടുംബ ബന്ധങ്ങളെ പരിപാവനമായി കാത്തു സൂക്ഷിക്കുക. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നാലും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പണമുണ്ടായിരിക്കും. അത് നിങ്ങൾക്കൊരു വലിയ ആശ്വാസമായി ഈ കാലഘട്ടത്തിൽ സംഭവിക്കും. ഈ വൃശ്ചിക രാശിക്കാർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ജനനേന്ദ്രിയം സംബന്ധിച്ച രോഗങ്ങളാണ്. ചെറുതായിട്ടെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂറിൻ സംബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ പോലും ഉടനെ തന്നെ വൈദ്യസഹായം തേടണം. ചിലവുകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ചിലവ് ചെയ്യുന്നതിന് മുമ്പ് അത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി ചിലവ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ചിന്തിച്ച് നോക്കണം. നിറയെ വെള്ളം കുടിക്കുക. വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവർ തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വെള്ളം വെച്ച് കുടിച്ചിട്ടേയിരിക്കണം. യൂറിൻ സംബന്ധമായ കിഡ്നി സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണ്. ഒരുപാട് നന്മകൾ വൃശ്ചിക രാശിക്കാർക്കുണ്ട്. വരുന്ന നന്മകളെല്ലാം നല്ലോണം അനുഭവിക്കുക. വൃശ്ചിക രാശിക്കാർ അധ്യാപകർ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോഴും വരുമ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒന്ന് സ്കാൻ ചെയ്ത് പ്രവർത്തിക്കണം, സംസാരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. വിദ്യാർത്ഥികളുമായിട്ടുള്ള ബന്ധം ഒരു നല്ല രീതിയിൽ പുലർത്തണം. വളരെ മധുരമായി തന്നെ സംസാരിച്ച് പഠിക്കുക. വൃശ്ചിക രാശി ആബാലവൃദ്ധം ജനങ്ങൾക്കും, അതാണായാലും പെണ്ണായാലും, ആവശ്യമില്ലാത്ത നമ്മളുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഒരു ബന്ധവും നിങ്ങളുടെ ജീവിതത്തിൽ വലിച്ച് അടുപ്പിക്കാൻ പാടില്ല. എല്ലാ വൃശ്ചിക രാശിക്കാരും സന്തോഷമായിട്ടിരിക്കണം എന്ന് മനസ്സാൽ ആഗ്രഹിച്ചുകൊണ്ട് നന്ദി. ഓലച്ചുവടി.